അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജാസ്മീസ് ഹോം വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കറപ്പത്തിൻ്റെ അല്ലെങ്കിൽ കലത്തപ്പത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ഇതിന് കുക്കറപ്പം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് പേരും പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 ഗ്ലാസ് പച്ചരിയാണ്. അപ്പോൾ നമ്മൾ കപ്പിൻ്റെ അളവിൽ പറയുകയാണെങ്കിൽ 250 ml കപ്പിൽ 1.25 കപ്പ് പച്ചരിയാണ്. അപ്പോൾ ഇത് ഞാൻ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇതിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല, നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാൻ ഈ അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം, 2 ഏലക്കായ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 ഗ്ലാസ് അരിക്ക് 2.25 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ആദ്യം കുറച്ചൊഴിച്ച് അരച്ചെടുത്താൽ മതി. മൊത്തത്തിൽ നമ്മൾ ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാനിതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി അരിച്ചെടുത്തിട്ട് നമുക്ക് വേണേൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കൂടാതെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചോറ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിൽ മൊത്തം ചേർത്ത് കൊടുത്തത് 1.5 ഗ്ലാസ് വെള്ളമാണ്. ബാക്കി വെള്ളം നമുക്ക് നമ്മുടെ ശർക്കര പാനി റെഡിയാക്കുമ്പോൾ അതിലൊഴിച്ച് കൊടുക്കാം. നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്റർ ഒരുപാട് ടൈറ്റായി പോകാൻ പാടില്ല, കുറച്ച് ലൂസാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അങ്ങനെ ആയാൽ മാത്രമേ നമ്മുടെ അപ്പം നമുക്ക് നന്നായിട്ട് സോഫ്റ്റായി ആരെടുത്തൊക്കെ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ശർക്കര എടുക്കാം. അപ്പോൾ ഈ ഒരു അപ്പത്തിലേക്ക് ഞാൻ 300 ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു പാകത്തിനുള്ള മധുരമാണ്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 350 ഗ്രാം വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കണം. നമ്മുടെ ശർക്കരപ്പാനി റെഡി ആകുമ്പോഴേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിൽ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു തേങ്ങാക്കൊത്തിന് പകരം നിങ്ങൾക്ക് വേണേൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ റോസ്റ്റ് ചെയ്തിടാം. ഞാനിപ്പോൾ ചെറിയുള്ളിയും തേങ്ങാക്കൊത്തുമാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ചെയ്യാം, ഇത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കോരിയെടുക്കുകയാണ്. ഇത് കോരിയെടുത്തതിന് ശേഷം നമുക്ക് 3 ചെറിയുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ചൂടോട് കൂടി നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ശർക്കരപ്പാനിയിൽ 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. നമ്മൾ മാവ് അരിച്ചെടുത്തപ്പോൾ 1.5 ഗ്ലാസ് മൊത്തം 2.25 ഗ്ലാസ്. ഈ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇല്ലേ നമ്മുടെ അപ്പം നന്നായി കിട്ടില്ല. നമുക്ക് ചൂടോടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ആ മാവ് ഒഴിച്ച് കൊടുക്കുന്ന ഭാഗം ഒരു കട്ട കെട്ടിയ പോലെ ആയിപ്പോവും. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം, അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ശേഷം നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ അല്ലെ അപ്പക്കാരം ചേർത്ത് കൊടുക്കാം. അത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ.
ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ഇവിടെ റോസ്റ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കരിഞ്ഞ് പാട് ശ്രദ്ധിക്കണം. കരിഞ്ഞ് പോയാൽ നമ്മുടെ അപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇവിടെ കോരിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അവിടെയൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ അതങ്ങ് പൊങ്ങി വന്നോളൂ. ഈ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാനിത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തും ചെറിയുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേഗം തന്നെ അടച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ കുക്കറിൻ്റെ വിസിൽ റിമൂവ് ചെയ്യാൻ മറന്നു പോകരുത്. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം, മറന്നു പോകരുത്. കൂടുതൽ സമയമായിപ്പോയാൽ നമ്മുടെ അപ്പം കരിഞ്ഞു പോകും. അപ്പോൾ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മളെടുക്കുന്ന അരിയുടെ അളവനുസരിച്ച് കുക്കിംഗ് ടൈമും മാറ്റം വരും. ഒരു ഗ്ലാസ് അരിയൊക്കെ ആണെങ്കിൽ കുക്കിംഗ് ടൈം കുറച്ച് മതി, ഒരു 15 മിനിറ്റൊക്കെ മതിയാവും. ഇതിപ്പോൾ 1.5 ഗ്ലാസ് എടുത്തുകൊണ്ടാണ് 20 മിനിറ്റ് എടുക്കുന്നത്. ഇതിലും കൂടുതലാണ്, കൂടുതൽ ടൈം എടുക്കും നമ്മുടെ അപ്പം ഇവിടെ റെഡിയാവാൻ. ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. പക്ഷേ നമ്മൾ ആ ഒരു സമയത്തൊന്നും തുറക്കരുത്. വീണ്ടും ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് തുറന്ന് നോക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ ചൂട് കിടന്ന് നമ്മുടെ അപ്പം ഒന്നുകൂടി ഒന്ന് കുക്കായി കിട്ടും. അതിന് വേണ്ടിയാണ്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ അപ്പം ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതിൽ കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയുള്ളിയൊക്കെ ഉണ്ട്. അത് നമുക്കിതിൻ്റെ സൈഡിലൂടെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്, നിങ്ങൾ ചെയ്യണമെന്നില്ല. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.